ഇതാണ് നമ്മുടെ നാട്ടില് നടക്കുന്ന സംഭവം, കണ്ടില്ലേ? മാന്യന്മാര് ഇരിങ്ങാപ്പുറത്ത് കോട്ടപ്പിടിക്ക 95-ാം ബൂത്തില് ഇരിങ്ങാപ്പുറത്ത് നടക്കുക, കണ്ടില്ലേ? ഇതിനെന്താ പറയാ? നാട്ടുകാർ കാണേണ്ട കാര്യങ്ങളാണ്, കണ്ടില്ലേ? ഇവിടെ അറിയപ്പെടുന്നത് മുൻ കൗൺസിലർ ഷാനീലിന്റെ പെങ്ങളെ മോനാണ് ഈ കാട്ടിക്കൂടുന്നത്, കണ്ടാ? നോക്കിയേ. നമസ്കാരം. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പായതിൽ വിരളി പൂണ്ട് ഗുരുവായൂരിലെ ഇരിങ്ങപ്പുറത്തെ LDF പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്ന ഒരു വാർത്ത പുറത്തുവന്നു. അതിന്റെ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് നമ്മുടെ നാട്ടില് നടക്കുന്ന സംഭവം, കണ്ടില്ലേ? മാന്യന്മാര് ഇരിങ്ങാപ്പുറത്ത് കോട്ടപ്പിടിക്ക 95-ാം ബൂത്തില് ഇരിങ്ങാപ്പുറത്ത് നടക്കുക, കണ്ടില്ലേ? ഇതിനെന്താ പറയാ? നാട്ടുകാർ കാണേണ്ട കാര്യങ്ങളാണ്, കണ്ടില്ലേ? ഇവിടെ അറിയപ്പെടുന്നത് മുൻ കൗൺസിലർ ഷാനീലിന്റെ പെങ്ങളെ മോനാണ് ഈ കാട്ടിക്കൂടുന്നത്, കണ്ടാ? നോക്കിയേ. ഇരിങ്ങപ്പുറത്തെ മുൻ കൗൺസിലറുടെ ബന്ധുവാണ് ഈ ഒരു പരിപാടി കാണിക്കുന്നത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇന്ന് തൃശൂരിൽ തിരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നത് BJP ആണ്. BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ജയിക്കും എന്നതിൽ മറ്റു പാർട്ടികൾക്ക് ഭയമുണ്ട്. കാരണം മറ്റ് പാർട്ടി നേതാക്കളെ പോലെ വാഗ്ദാനങ്ങൾ മാത്രം നൽകി പോകുന്ന ഒരു ജനനേതാവല്ല സുരേഷ് ഗോപി. മറിച്ച് വാക്ക് നൽകുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ സുരേഷ് ഗോപി തന്നെ എന്ന് ജനങ്ങൾ ഉറക്കെ പറയുന്നതും. ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ നാട്ടിൽ വികസനങ്ങൾ കൊണ്ടുവന്ന് അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെയാണ്. അത് സുരേഷ് ഗോപിയിൽ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മറ്റു പാർട്ടികളെ ചൊടിപ്പിക്കുന്നതും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ തന്നെ കാണുന്നത്. മുൻവർഷം അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിക്കാതിരുന്നപ്പോൾ പോലും പറഞ്ഞ വാക്ക് പാലിച്ച കാര്യം ഇന്ന് ജനങ്ങൾക്കറിയാം. ഏറ്റവും വലിയ ഉദാഹരണമാണ് ശക്തൻ മാർക്കറ്റ്. അവിടെ എത്ര രൂപയാണോ അദ്ദേഹം വികസനത്തിനായി നൽകും എന്ന് പറഞ്ഞത്, ആ തുക അദ്ദേഹം നൽകുകയും ചെയ്തു. പക്ഷേ ഇനി പോസ്റ്റർ കീറിയിട്ടോ എന്ത് ചെയ്തിട്ടോ ഒന്നും യാതൊരു കാര്യവുമില്ല. കാരണം സുരേഷ് ഗോപി എന്ന ആ മനുഷ്യൻ ഇന്ന് ജനഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ തൃശൂർ സുരേഷ് ഗോപിക്കുള്ളത് തന്നെയാണെന്ന് ജനങ്ങൾ ഉറപ്പിക്കുകയാണ്. അവർക്ക് വേണ്ടത് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു നേതാവിനെയല്ല, മറിച്ച് നാടിനായി, നാട്ടുകാർക്കായി, ജനക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു യഥാർത്ഥ നേതാവിനെയാണ്. അത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.